ഇവിടെ റിങ് വാർക്കുന്നു, അവിടെ വെൽറ്റ് വാർക്കുന്നു. അങ്ങനെ നമ്മുടെ കിണറ്റിൻ്റെ പരിപാടി ലാസ്റ്റ് ദിവസമായിരുന്നു. ലാസ്റ്റ് റിങ് ഇട്ട് എല്ലാം സംഭവം കപ്പിയിടാനുള്ള സംഭവം എല്ലാം സെറ്റ് ചെയ്ത് അവരെല്ലാവരും പോകാൻ വേണ്ടി റെഡി. ഹേ മച്ചാമാരെ, ഗുഡ് മോർണിംഗ്. അങ്ങനെ ഇപ്പം സമയം ഏതാണ്ടൊരു 9:30 ആയി. രാവിലെ ഒരു 7:30 ആയപ്പോൾ ഞാൻ ഇവിടെ എത്തിയതാണ്. ഇന്ന് നമ്മുടെ വീട്ടിൻ്റെ ബെൽറ്റൊക്കെ വാർക്കുന്ന പരിപാടിയാണ്. അപ്പോൾ അതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എന്തായാലും അവർ വന്ന് പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം സമയം 9:30 ആയെന്ന് പറഞ്ഞില്ലേ, അവർ ഏതാണ്ട് 8:30 ആയപ്പോഴത്തേക്ക് എത്തി. ഒരുപാട് ദൂരെ നിന്നാണ് കോൺക്രീറ്റ് ചെയ്യുന്ന ടീംസ് വന്നത്. കുറച്ച് ഭായിമാരാണ്, പിന്നെ ഒരു മലയാളി മേശിരി ഉണ്ട്. കോൺക്രീറ്റിന് പുറത്തുനിന്നുള്ള ആൾക്കാരാണ് വരുന്നതെന്ന് പറഞ്ഞ് നമ്മുടെ കോൺട്രാക്റ്റ് കൊടുത്ത ഇക്കായും ഉണ്ട്. നമ്മുടെ പണി ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ തൊട്ടടുത്തായിട്ട് നമ്മുടെ കിണറ്റിൻ്റെ റിങ് വർക്ക് നടക്കുന്നുണ്ട്. ഇന്നലെ ഒരു റിങ് ഇറക്കി, ഇനിയിപ്പോൾ അടുത്ത റിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെതും ആണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. കഴിഞ്ഞ ദിവസം വൈകുന്നേരം അവരുടെ പണി തീർന്നു പോയപ്പോൾ ഉള്ള വിഷ്വൽസാണ്. നമ്മുടെ ബെൽറ്റ് വാർക്കാനുള്ള കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം ലെവലാക്കി റെഡിയാക്കിയിട്ടിട്ടാണ് അവർ ഇന്നലെ പോയത്. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ ടീംസൊക്കെ എത്തി. അവരിപ്പോൾ കോൺക്രീറ്റ് കൂട്ടുന്ന ആ ഒരു തിരക്കിലാണ് കേട്ടോ. അവരേതാണ്ട് 6 പേരാണ് ഉണ്ടായിരുന്നത്. ഒരു മേശിരിയും ബാക്കി ഉള്ളവരെല്ലാവരും ഭായിമാരായിരുന്നു. ഭായിമാരെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. ഒരു സൈഡിൽ അവർ കോൺക്രീറ്റ് കൂട്ടുന്നു, ഒരു സൈഡിൽ അവർ ഇട്ട് ഫില്ല് ചെയ്തുകൊണ്ട് വരുന്നു. തീരുന്നതനുസരിച്ച് സാധനം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ വർക്ക് ഏറ്റെടുത്ത ഇക്കായം ഉണ്ടായിരുന്നു ഈ പരിപാടി തീരുന്നത് വരെയും. തൊട്ടടുത്ത് തന്നെ നമ്മുടെ കിണറിൻ്റെ റിങ് വർക്ക് നടക്കുന്നുണ്ടായിരുന്നു. ആദ്യത്തെ ദിവസം ഒറ്റ റിങ്ങേ വെച്ചിട്ടുള്ളായിരുന്നു. പിറ്റേ ദിവസം അവർ 2 റിങ് വെച്ചു. അതിന് പിറ്റേ ദിവസം അവർ ബാക്കിയുള്ള എല്ലാം സെറ്റ് ചെയ്ത് പോയായിരുന്നു. ഇവിടെ റിങ് വാർക്കുന്നു, അവിടെ വെൽറ്റ് വാർക്കുന്നു. ഇവിടെ റിങ് വാർക്കുന്നു, അവിടെ വെൽറ്റ് വാർക്കുന്നു. അങ്ങനെ നമ്മുടെ ബെൽറ്റൊക്കെ ഫുള്ള് വാർത്ത് കഴിഞ്ഞു. പണിക്കരുതാ പോകുന്നു. അപ്പോൾ വന്ന ടീംസാണ് ഇതൊക്കെ. അവർ പോയി. രാവിലെ 8:30 തുടങ്ങിയ പരിപാടി ഒരു 12 മണി 12:30 ആയപ്പം കഴിഞ്ഞിട്ടാ. ഇടയ്ക്കൊരു മഴയൊക്കെ വന്നെങ്കിലും പെയ്തില്ല, അങ്ങ് പോയി. ഇപ്പം എന്തായാലും സൂര്യനുണ്ട് ഈ സൈഡിലൊക്കെ. ഇനി വൈകുന്നേരം മഴ പെയ്യുമോ എന്നറിയില്ല. മഴ വന്നാലും അതിനെ പ്രതിരോധിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഈ സൈഡിലും കൂടെ ഉണ്ട്. അതെന്തായാലും വീട്ടിൽ പോയി കുറച്ച് ചാക്കൊക്കെ വാരിക്കൊണ്ടൊന്ന് ഇവിടെ ഇടണം, മഴ വരികയാണെങ്കിൽ. എന്തായാലും വൈകുന്നേരം കൂടി നോക്കിയിട്ട്, എന്തായാലും മഴ പെയ്താലും പെയ്തില്ലെങ്കിലും ഇട്ടിട്ട് പോകണം. അല്ലെങ്കിൽ രാത്രിയാണ് മഴ പെയ്യുന്നതെങ്കിൽ ആകെ പണിയാവും. എന്തായാലും ഇന്ന് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഒരുപാട് കുറച്ച് നല്ലപോലെ സെറ്റാവും. എന്നാലും ഒറ്റയടിക്ക് വെള്ളം വീഴുമ്പോഴത്തേക്ക് അതൊക്കെ തെറിച്ച് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അപ്പർ സൈഡിൽ ഒരു കിണറിൻ്റെ റിങ്ങിൻ്റെ 2 കഴിഞ്ഞു 3ാമത്തെ റിങ്ങിൻ്റെ പണി നടക്കുന്നു. അങ്ങനെ നമ്മുടെ കിണറ്റിൻ്റെ പരിപാടി ലാസ്റ്റ് ദിവസമായിരുന്നു. ലാസ്റ്റ് റിങ് ഇട്ട് എല്ലാം സംഭവം കപ്പിയിടാനുള്ള സംഭവം എല്ലാം സെറ്റ് ചെയ്ത് അവരെല്ലാവരും പോകാൻ വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതാണ് ലാസ്റ്റ് പരിപാടി നമ്മുടെ കിണറ്റിൻ്റെത്. ഇനിയിപ്പം തൊട്ടടുത്ത ദിവസങ്ങളിൽ നമ്മുടെ ബെൽറ്റ് വാർത്തതൊക്കെ ഇളക്കി കട്ട കെട്ടി തുടങ്ങും. അപ്പോൾ എന്തായാലും ഇന്നിനി നമ്മൾ നേരെ തടി നോക്കാൻ വേണ്ടി പോകും. അപ്പോൾ എന്തായാലും തടി നോക്കുന്ന വിഷ്വൽസ് എടുക്കാൻ പറ്റി കഴിഞ്ഞാൽ എടുക്കാം. അപ്പോൾ എന്തായാലും അങ്ങനെയാണെങ്കിൽ അതുമായിട്ട് കാണാം. വൈകുന്നേരം 5 മണി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ അടുത്തുള്ള കൊല്ലായിലെ മില്ലിലാണ് നമ്മൾ തടി നോക്കാൻ പോയത്. അപ്പോൾ നമ്മൾ ഓരോ തടികൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പ്ലാവ് എടുക്കണം, ആഞ്ഞിലെടുക്കണം. അപ്പോൾ എന്തായാലും ഒരുപാട് ഐറ്റം നമുക്ക് കൊണ്ട് കാണിച്ചു തന്നു. ഇതൊക്കെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളും കൂടെ നിന്ന് ഏതാണ് നല്ലത്, കുഴപ്പമില്ല എന്നൊക്കെ നോക്കി നമ്മൾ 2-3 ഐറ്റം സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇങ്ങനെ തടി നോക്കാൻ പോയിട്ട് വന്നിട്ട് ഇന്നൊക്കെ 2ാം ദിവസമാണ്. ഇപ്പോൾ നമ്മുടെ കിണറിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. റിങ്ങിൻ്റെ അവസാനത്തെ സംഭവമായിട്ട് പോയി. ഇന്ന് കുറച്ച് പണിയുണ്ടായിരുന്നു. കുറച്ച് അടുത്തൊക്കെ മണ്ണിടണം. കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ആ ഒരു നിരപ്പിൽ നിന്ന് കുറച്ച് താന്നാണ് ഇരുന്നത്. അതുകൊണ്ട് ഒരു റിങ്ങും കൂടെ ഇട്ട് നല്ലതുപോലെ പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത്രയധികം മണ്ണ് വീഴണം. കുറച്ച് മണ്ണിടാം. ഒറ്റയടിക്ക് മണ്ണിടാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വീഴും. അപ്പോൾ എന്തായാലും ഞാൻ കിണറ്റിൻ്റെ മുകളിലോട്ട് പോയി കാണിച്ചു തരാം. ഇതാണ് ഇന്നത്തെ പരിപാടി. എന്ന് വെച്ചാൽ കഴിഞ്ഞു. കുറേ മണ്ണൊക്കെ ഇങ്ങോട്ട് അടുപ്പിച്ചു. അല്ലെങ്കിലും മഴ പെയ്യുന്ന വെള്ളമെല്ലാം താഴേക്ക് തന്നെ ഇറങ്ങിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും മണ്ണ് കുറേ നല്ലപോലെ അടുപ്പിക്കണം. ഈ കാണുന്ന ഇറങ്ങില്ലേ, അത്രയും വരെ പൊങ്ങണം മണ്ണ്. തറ നിരപ്പ് വരെ വേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇന്നത്തെ പരിപാടി ഇവിടെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നാളെ അപ്പോൾ എന്തായാലും തടി മുറിക്കാനുള്ള സെറ്റപ്പിൽ മില്ലിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും
നാളെ അതുമായിട്ട് വീണ്ടും കാണാം. അങ്ങനെ ഒരു നല്ലൊരു ദിവസം ഇവിടെ അവസാനിക്കുന്നു. നാളെയും നല്ലൊരു ദിവസം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് നോക്കുന്നു. ഇറ്റ്സ് മീ ഷംന ഷാജി സൈനിങ് ഔട്ട്.